അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മളൊരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനെ പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അല്ലാഹ് ബറക്കത്തിലാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു വലിയ തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്. ഏറ്റവും പവിത്രമായ മുൻഗാമികൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന, ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച ഒരു വെള്ളിയാഴ്ച പകലിലാണ് നാം എല്ലാവരും ഉള്ളത്. അല്ലാഹ് കബൂലാക്കട്ടെ. നമ്മുടെ മരണം വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആകാൻ അല്ലാഹു വലിയ തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് കൊതിച്ചതാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓരോരോ സ്വലാത്തുകൾ മുൻഗാമികൾ നമുക്ക് പരിചയപ്പെടുത്തി തന്ന, നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സ്വലാത്തുകളെ പരിചയപ്പെടലാണ് ഓരോ വെള്ളിയാഴ്ചയും വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വലാത്താണ് നമ്മുടെ പിടിവള്ളി. പുണ്യ റബീഉൽ അവ്വൽ കടന്നു വരികയാണ്. ആ പുണ്യമായ റബീഉൽ അവ്വലിലൂടെ നിബിധങ്ങൾ പുണ്യ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ഒരു പ്രവാചക സ്നേഹം റബീഉൽ അവ്വൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ മാത്രം സ്നേഹിച്ചാൽ പോരാ. പിന്നെയോ ജീവിതത്തിന്റെ അനക്കത്തിലും അടക്കത്തിലും എല്ലാത്തിലും ശ്വാസോച്ഛ്വാസങ്ങൾ പോലും മദീനയോട് അനുരാഗം ഉണ്ടാകണം. മുത്ത് നിബിധങ്ങളോട് നമുക്ക് ഇഷ്ടം ഉണ്ടാകണം. അവിടെയാണ് യഥാർത്ഥ പ്രവാചക അനുരാഗികളെ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് മദീനയിൽ ഒന്ന് പോകാൻ അള്ളാഹു ഭാഗ്യം തരികയുള്ളൂ. അള്ളാഹു അതിന് ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു അത്ഭുത സ്വലാത്താണ്. ഒരു മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് നേട്ടങ്ങൾ, 9ഓളം നേട്ടങ്ങൾ എണ്ണി പറയുന്ന ഒരു സ്വലാത്താണ്. ആദ്യം നമുക്ക് ആ നേട്ടങ്ങൾ എന്തെന്ന് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് സ്വലാത്ത് പരിചയപ്പെടാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കേൾക്കുന്ന ഓരോ സ്വലാത്തുകളും ജീവിതത്തിന്റെ വലിയ പിടിവള്ളിയായി, നേട്ടങ്ങളായി നമ്മൾ കാണേണ്ടതുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തെ നേട്ടം മഹാരന്മാർ രേഖപ്പെടുത്തിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അല്ലേ? രോഗികളുണ്ട്, അല്ലേ? കടങ്ങളുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ വിവാഹപ്രായമെത്തി വിവാഹം നടക്കാത്തവരുണ്ട്. അങ്ങനെ കുടുംബപരമായ പ്രശ്നങ്ങൾ, ഭർത്താവിന്റെ കുടുംബവുമായി ഒരു സഹോദരിക്ക് യോജിച്ചു പോകാൻ കഴിയും, അങ്ങനെ തുടങ്ങി നൂറുകണക്കിന് നീറുന്ന വേവുന്ന പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ജീവിത പ്രയാസ പ്രതിസന്ധികൾ അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, ഉറപ്പിച്ചോ, ഈ സ്വലാത്ത് മുറുകെ പിടിക്കുന്നവരുടെ ജീവിത പ്രയാസ പ്രതിസന്ധികളെ അല്ലാഹു മഞ്ഞുരുകുന്നത് പോലെ ഒരുക്കി കളയുമെന്ന് മഹാരഥന്മാർ. ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള അത്ഭുതത്തിന്റെ സ്വലാത്താണെന്ന് മുൻഗാമി നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. അല്ലാഹ് കബൂലാക്കട്ടെ. ഒന്നാമത് തന്നെ നമുക്ക് കിട്ടുന്ന നേട്ടം ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആവലാധികൾ, വേവലാധികൾ, ദുരിതങ്ങൾ ഒക്കെ അല്ലാഹ് മാറ്റിത്തരും. അല്ലാഹ് അങ്ങനെ ആക്കട്ടെ. രണ്ടാമത്തെ നേട്ടം, നമുക്കറിയാം നമ്മുടെ മൈൻഡ് എപ്പോഴും ഡിപ്രഷനാണ്, ടെൻഷനാണ്, അല്ലേ? നമ്മുടെ ടെൻഷൻ വലിയ ടെൻഷനാണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിന്റെ ടെൻഷൻ അലാ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തെ അലാബി ദിക്റില്ല, നിങ്ങളുടെ അള്ളാഹിനെ ദിക്ർ ചെല്ലൽ കൊണ്ടാണ് കൽബുകൾ സമാധാന ചിത്തതയോടെ മുന്നോട്ട് പോവുക. അതേ ഹദീസിന്റെ ആശയത്തിലൂടെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നു, ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ഡിപ്രഷൻ ഉണ്ടാകൂല, ടെൻഷൻ ഉണ്ടാകൂല, ഭയപ്പാടുണ്ടാകൂല. ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പേടിയാണ്, പകലായാലും ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്. ആ പേടിയും ഭയവും ആ ഒരു ഒറ്റപ്പെടലും ആ ഒരു വല്ലാത്തൊരു ഏകാന്തതയും ഡിപ്രഷനും ഒക്കെ മാറാൻ ഈ സ്വലാത്ത് വലിയൊരു പിടിവള്ളിയാണെന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തി തരികയാണ്. നമുക്ക് ഡിപ്രഷൻ മാറാൻ, ടെൻഷൻ മാറാൻ ഇതൊരു വലിയ പിടിവള്ളിയാണ്. മൂന്നാമത്തതോ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ, മലക്കുകളുടെ നേതാവാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവന്റെ കൂട്ടുകാരനായി മാറുമെന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാമീപ്യം എപ്പോഴും നമുക്കുണ്ടാകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. നാലാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയോ? ഈമാനോടെ മരിക്കലാണ്. ഒരുപാട് അമലുകളൊന്നും നമുക്കില്ല, എന്നാലും നമ്മുടെയൊക്കെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം, കുറഞ്ഞ അമലേ നമുക്കുള്ളൂ, അതും അള്ളാഹു സ്വീകരിക്കുമെന്നറിയില്ല, എന്നാലും നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഈമാനോടെ മരിക്കാണെന്നുള്ളത്. അങ്ങനെ ഈമാനോട് മരിക്കാൻ നമുക്ക് കഴിഞ്ഞാലാണ് നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുള്ളൂ, ഇല്ലേ? എന്നാൽ അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, ഈ സ്വലാത്ത് പതിവാക്കുന്നവരുടെ ആഖിബത്ത് നന്നാകും, നല്ല രീതിയിലാണ് മരിക്കുക എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി തരികയാണ്. അതോടൊപ്പം തന്നെ നാലാമത്തത്, അങ്ങനെ മരിച്ചാൽ മാത്രം പോരാ, സ്വർഗം കണ്ട് മരിക്കുമെന്നാണ്, അല്ലേ? ഖുർആൻ പറഞ്ഞെന്താ? നമ്മൾ മരണക്കിടക്കിൽ കിടന്ന് കരയുമ്പോൾ മലക്ക് നമ്മളോട് സംസാരിക്കും, അല്ലാ തഖാഫു വലാ തഹ്സനു, ഏ വാപ്പ, ഏ ഉമ്മ,
ഉമ്മ നിങ്ങൾ കരയല്ലേ, നിങ്ങൾ കരയല്ലേ, നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ, നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കേ. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. ഇവിടെ അങ്ങോട്ട് നോക്കിക്കേ, കാണുന്ന സ്വർഗ്ഗം ഉണ്ടല്ലോ വാപ്പ, അത് ഇങ്ങക്കുള്ളതാ, ഉമ്മ ഇങ്ങക്കുള്ളതാ എന്ന് മലക്ക് നമുക്ക് പറഞ്ഞ് സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ച് അങ്ങനെ മരിക്കാൻ നമുക്ക് കിട്ടിയാൽ, ഭാഗ്യം കിട്ടിയാൽ, പിന്നെ അതിനപ്പുറം എന്താ ഉമ്മ നമുക്കുള്ളത്, എൻ്റെ വാപ്പ, നമുക്ക് അതിലപ്പുറം എന്താ നമുക്ക് കിട്ടാനുള്ളത്? ഈ സ്വലാത്ത് മുറുകെ പിടിച്ചാൽ അങ്ങനെ സ്വർഗം കണ്ട് മരിക്കാൻ കഴിയുമെന്നാണ്. അതോടൊപ്പം മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, സിറാത്ത് എന്ന പാലം നമുക്കറിയാം, പ്രവാചകന്മാര് പോലും പതറിപ്പോകുന്ന പാലമാണ്. ആ പാലം മിന്നൽ വേഗത്തിൽ കടന്നു പോകും. അതോടൊപ്പം ഏഴാമത് മഹാന്മാർ രേഖപ്പെടുത്തുന്നു, അവന്റെ ദുനിയവിയായ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ റബ്ബിനെ കണ്ടുമുട്ടാന്നാണ്, പാപങ്ങളെല്ലാം പുറത്തു തരും. അതോടൊപ്പം മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, ദിവസം 100 തവണ ചൊല്ലുക. എല്ലാ ദിവസവും 100 വട്ടം പതിവാക്കാണ്. 100 വട്ടം നമ്മൾ പതിവാക്കിയാൽ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കും, അവന്റെ 100 ആവശ്യം അത് നിറവേറ്റി തരും. 100 എണ്ണം ചൊല്ലിയാൽ എല്ലാ ദിവസവും, ഇന്ന് 100 വട്ടം ചൊല്ലി, നാളെ 100 വട്ടം ചൊല്ലി, എന്നിട്ട് എൻ്റെ ആവശ്യം നടക്കണില്ലല്ലോ, നമ്മുടെ ഈമാൻ കുറഞ്ഞവരാണ്. നമ്മൾ ഈമാനോടെ കൂടുതൽ ചൊല്ലിക്കോളി, ഉറപ്പായിട്ടുള്ള ബലം തരും, ഉറപ്പാണ്. അള്ളാഹ് ആരെയും തടയൂല, അള്ളാഹ് തടയും. നമ്മുടെ ഈമാന്റെ കുഴപ്പമാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ഞാൻ 2 തവണ 2 ദിവസം ഓതിയല്ലോ, നമ്മുടെ കിട്ടിയില്ലല്ലോ ഉസ്താദ്, നിങ്ങൾ എന്തായി പറയണേ എന്ന് ചിന്തിക്കണ്ട. നമ്മുടെ ഈമാനും കൂടി പരുവപ്പെടണം. 100 തവണ കൃത്യമായി നിത്യമായി ചൊല്ലിയാൽ 100 ആവശ്യങ്ങൾ നിറവേറ്റി തരുമെന്നാണ്. അതോടൊപ്പം ഒരു ദിവസം 100 വട്ടം ചൊല്ലിയാൽ രാപ്പകൽ മുഴുവനും ഇബാദത്തെടുത്ത കൂലി കിട്ടുമെന്നാണ്. ഏതാണ് ആ സ്വലാത്ത്? ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഏതാണ് ആ സ്വലാത്ത്? അതാണ് സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സീനത്തിൽ വുജൂദ് വ അലാ ആലിഹി ഖൈരി കുല്ലി മൗജൂദ്. എന്ത് എളുപ്പമാണ്, അത്രേ ഉള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സീനത്തിൽ വുജൂദ് വ അലാ ആലിഹി ഖൈരി കുല്ലി മൗജൂദ്. ഒന്നുകൂടി കേട്ടോ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സീനത്തിൽ വുജൂദ് വ അലാ ആലിഹി ഖൈരി കുല്ലി മൗജൂദ്. ഇത്ര അർത്ഥവത്തായ സ്വലാത്ത് എന്നറിയോ? അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള ഈ സ്വലാത്ത് നമ്മൾ പതിവാക്കിയാൽ വമ്പൻ നേട്ടങ്ങൾ നമുക്ക് കിട്ടുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്, വേഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാണ്. വെള്ളിയാഴ്ചയാണ്. ഉമ്മമാരെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് ഓതിയാൽ അടുത്ത ആഴ്ച വരെ അള്ളാഹിന്റെ കാവലുണ്ടെന്നാണ്. മറന്നു പോകല്ലേ. സൂറത്തുൽ കഹ്ഫ് ഇപ്പോൾ തന്നെ നിങ്ങൾ പാരായണം ചെയ്ത് വെച്ചോളിൽ. ചിലപ്പോൾ തിരക്ക് കൂടുമ്പോൾ മറന്നുപോയാലോ, കഹ്ഫ് പാരായണം ചെയ്യുക. മരണപ്പെട്ടവർക്ക് ഒരു യാസീൻ പാരായണം ചെയ്യുക. അതോടൊപ്പം ളുഹ നമസ്കരിക്കുക. അതോടൊപ്പം അൽഹംദുലില്ലാ ളുഹറിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ കുളിച്ച് റെഡിയായി നേരത്തെ തന്നെ പള്ളിയിൽ പോകാനുള്ളവർ പള്ളിയിൽ പോവുക. വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ നേരത്തെ നിസ്കാരപ്പായിലേക്ക് വരിക. കുളിക്കുമ്പോൾ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ആ സുന്നത്ത് കുളിയെ കുളിക്കുന്നു എന്ന് നിയത്ത് വെക്കുക. മക്കളെ കുളിപ്പിക്കുമ്പോൾ, സ്കൂളിലൊക്കെ വിടാൻ വേണ്ടി കുളിപ്പിക്കുമ്പോൾ വെള്ളിയാഴ്ചയുടെ സുന്നത്ത് കുളിയെ കുളിപ്പിക്കുന്നു നിയത്ത് വെച്ച് കുളിപ്പിക്കും. അള്ളാഹു ഭാഗ്യം തരട്ടെ. സുഗന്ധം പൂശിൻ, നഖം മുറിക്കിൻ, കക്ഷരോമവും ഗുഹ്യരോഗങ്ങളൊക്കെ നീക്കിക്കോളിൻ, നജസ്സുകളൊക്കെ നീക്കം ചെയ്തോളിൻ. ഇതൊക്കെ വലിയ നേട്ടമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നേരത്തെ പള്ളിയിൽ പോകണം, സ്വതക്കകൾ അധികരിപ്പിക്കുക, കുടുംബ ബന്ധം ചേർക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക. അതൊക്കെ പുരുഷന്മാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നേരത്തെ തന്നെ പള്ളിയിൽ പോവുക, കാണുന്നവരുടെ ഒരു സലാം പറയുക, മുസാഫഖത്ത് ചെയ്യുമെങ്കിൽ മുസാഫഖത്ത് ചെയ്യാൻ കഴിയുക. ഉമ്മമാരെ അടുക്കള ജോലിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ നേരത്തെ തന്നെ ഇബാദത്തിലേക്ക് ഇടുക. ജുമഅ നടന്നിട്ട് നിസ്കരിക്കുള്ളൂ എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ വേഗം നിസ്കരിച്ചോളിൽ, എന്നിട്ട് ആ നിസ്കാരപ്പായി തന്നെ ഇരുന്നോളിൽ. ആ ജുമഅ നടക്കും, നിങ്ങളത് കേട്ടാൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, നമ്മളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച അസ്ർ നമസ്കാരം കഴിഞ്ഞ് ഈ സ്വലാത്ത് 80 വട്ടം ചൊല്ലിയാൽ 80 വർഷത്തെ പാപം പൊറുക്കുമെന്നാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വ അലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം തസ്ലീമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വ അലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം തസ്ലീമ. 80 വർഷത്തെ പാപം അല്ലാഹു പൊറുക്കും. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും ചൊല്ലാമെന്നൊരു 4 വരി ബൈത്തുണ്ട്. 4 വരി ബൈത്താണ്. ഈ 4 വരി നമ്മൾ മനഃപ്പാടമാക്കണം. എപ്പോഴും ചൊല്ലിയാലും ഇത് അധികരിപ്പിക്കുന്നവർ, നിത്യമാക്കുന്നവർ തൗബയോടുകൂടി മരിക്കുമെന്നാണ്. എല്ലാ നിസ്കാര ശേഷവും ഇതൊന്ന് ചൊല്ലാൻ കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. സ്വർഗം കണ്ട് മരിക്കാം, കലിമ ചൊല്ലി മരിക്കാം, പുഞ്ചിരിച്ചു മരിക്കാം, തൗബ ചെയ്തു മരിക്കാം, സുഗന്ധപൂരിതമായി ഖബറിലേക്ക് പോകാം, ഖബർ പ്രകാശിക്കുമെന്നാണ്. ഏതാണ് ആ ബൈത്ത്? ഇലാഹി ലസ്തുലിൽ ഫിർദൗസി യഹ്ല വലാ അഖ്വ അലാ നാരിൽ ജഹീമി
فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم. പതിവാക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ. നിർത്തുകയാണ്. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്. ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളിലേക്ക് ഇസ്ലാമിക ചരിത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നൊരു ചാനലുണ്ട്. അതുപോലെ തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാൽ ബദറൊക്കെ ചൊല്ലുന്ന ബദറിൻ തീരം ആത്മീയ മജ്ലിസ് ഒരു ചാനലുണ്ട്. ഈ 3 ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഖൈർ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.